കണ്ണൂർ വിഷൻ ബിഗ് എക്സ്ക്ലൂസീവ് അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് നടത്തിപ്പിൽ അടിമുടി ദുരൂഹത. ഏക്കർ കണക്കിന് സ്ഥലം കൈവശപ്പെടുത്തിയതിലും ദുരൂഹത. സ്ഥലം മിച്ചഭൂമിയെന്ന് കണ്ടെത്തൽ. സ്ഥലം സർക്കാർ ഏറ്റെടുക്കണമെന്ന് കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡിന്റെ ഉത്തരവ്. ബോർഡ് ഉത്തരവിറക്കിയത് മാർച്ച് 6-ന്. ഉത്തരവിന്റെ പകർപ്പ് കണ്ണൂർ വിഷൻ പുറത്തുവിടുന്നു. മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹതയാണ് പുറത്തുവരുന്നത്. ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രതിഭ, അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഡെന്റൽ കോളേജുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തുവിടുന്നത്. അടിമുടി ദുരൂഹമാണ് ഈ കോളേജിൻ്റെ പ്രവർത്തനം എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ കണ്ണൂർ വിഷന് ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. 15 വർഷം മുമ്പാണ് ഈ അഞ്ചരക്കണ്ടി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. 300 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ കോളേജ്. ഇതിൻ്റെ ഭാഗമാണ് വിവാദമായ ഈ ഡെന്റൽ കോളേജും. ജാതി അധിക്ഷേപമടക്കം നടന്നതിനെ തുടർന്ന് 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട സംഭവത്തോടു കൂടിയാണ് ഈ കോളേജിൻ്റെ നടത്തിപ്പിനെ കുറിച്ചും ചില സംശയങ്ങളൊക്കെ ഉയരാൻ തുടങ്ങിയത്. സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് അധികം ആർക്കും അറിവുണ്ടായിരുന്നില്ല. അവിടുത്തെ അധ്യാപകർക്ക് പോലും ഈ മാനേജ്മെൻറ്റ് ആര് എന്നതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾക്ക് പിന്നെ പറയേണ്ടതില്ല, ആരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും അറിവുണ്ടായിരുന്നില്ല. ജബ്ബാർ ഹാജി എന്നയാളാണ് ഈ കോളേജ് നടത്തുന്നത്. ഇതിന് ഒരു ട്രസ്റ്റും രൂപീകരിച്ചിട്ടുണ്ട്. ഈ ജബ്ബാർ ഹാജിയുടെയും മക്കളായ ജസീറത്ത് ജബ്ബാർ, ജാബിർ ജബ്ബാർ, ജുനൈദ് ജബ്ബാർ എന്നിവരുടെ പേരിലാണ് ഈ ഭൂമിയുള്ളത്. അവർ ഈ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, റോയൽ പാർക്ക് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സിനമൻ ക്ലാസിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ 3 കമ്പനികളുടെ പേരിലും ഭൂമിയുണ്ട്. അങ്ങനെയാണ് ഈ 300 ഏക്കറോളം ഭൂമി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 7 കക്ഷികൾക്കും എതിരെ സീലിംഗ് കേസ് നിലവിലുണ്ട്. കോടതിയിലടക്കം കേസ് നിലവിലുണ്ട്. അഞ്ചരക്കണ്ടിയിലെ ഏറ്റവും പ്രശസ്തമായ ഈ കറപ്പത്തോട്ടത്തിലാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. ഈ ഭൂമി മിച്ചഭൂമിയാണ് എന്നാണ് കണ്ണൂർ ലാൻഡ് ബോർഡിൻ്റെ ഒരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഈ സ്ഥലം തോട്ടം ഭൂമിയായി കണക്കാക്കി കൈമാറ്റം ചെയ്യാൻ പറ്റില്ല എന്നാണ് ബോർഡ് വ്യക്തമാക്കുന്നത്. PV ദാമോദരൻ, വലിയന്നൂർ സ്വദേശിയായ PV ദാമോദരൻ, AK ഷാജി, ഇരിട്ടി പെരിങ്കരി സ്വദേശിയായ AK ഷാജി തുടങ്ങിയവർ നൽകിയ പരാതിയെ തുടർന്നാണ് ലാൻഡ് ബോർഡ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് ഇത് മിച്ചഭൂമിയാണ് എന്ന ഒരു കണ്ടെത്തലിലേക്ക് വന്നിട്ടുള്ളത്. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ ഈ ഭൂമി വരില്ല. സർക്കാരിൽ നിന്ന് ഇളവും വാങ്ങിയിട്ടില്ല. ഈ ഭൂമി കൈവശം വെക്കുന്നതിന് പ്രത്യേക, അതായത് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കുന്നതിന് സർക്കാരിൽ നിന്ന് പ്രത്യേക ഇളവ് നേടണം എന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു രേഖകളും ഹാജരാക്കാൻ ഇതുവരെ ഈ കൈവശക്കാർക്ക് പറ്റിയിട്ടില്ല എന്നാണ് ലാൻഡ് ബോർഡിൻ്റെ കണ്ടെത്തൽ. ഇത്തരം കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ മാസം 5-ാം തീയതി കണ്ണൂർ ലാൻഡ് ബോർഡ് ഈ സ്ഥലം ഒഴിപ്പിക്കണമെന്നും സർക്കാർ ഏറ്റെടുക്കണം, അതായത് മുഴുവൻ ഭൂമിയും അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഉടമകൾ എന്ന് പറയുന്നവർ അനധികൃതമായാണ് ഈ ഭൂമി കൈവശം വെച്ചിട്ടുള്ളത്. ഈ ഭൂമിയൊക്കെ തന്നെ ഒഴിപ്പിച്ച് അത് സർക്കാർ ഏറ്റെടുക്കണം എന്ന കൃത്യമായ ഉത്തരവ് ഇതിന് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പകർപ്പാണ് ഇപ്പോൾ കണ്ണൂർ വിഷൻ പുറത്ത് വിടുന്നത്. ഈ ഭൂമി ഒഴിപ്പിക്കുന്നതിന് 1 വർഷത്തെ സാവകാശം നൽകിയിട്ടുണ്ട്. അതായത് മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കണം എന്നും സംസ്ഥാന ലാൻഡ് ബോർഡിനോട് താലൂക്ക് ലാൻഡ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പകർപ്പാണ് ഇപ്പോൾ കണ്ണൂർ വിഷൻ പുറത്തു വിടുന്നത്. ഈ ഭൂമിയുടെ കൈമാറ്റങ്ങളെല്ലാം തന്നെ അനധികൃതമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 300 ഏക്കറോളം ഭൂമിയാണ് പലവിധ സ്വാധീനത്താൽ ഈ ജബ്ബാർ ഹാജി കൈവശപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ അനധികൃതമായി കൈക്കലാക്കിയ ഭൂമിയിൽ എങ്ങനെ മെഡിക്കൽ കോളേജും ഡെന്റൽ കോളേജും നഴ്സിംഗ് കോളേജും എല്ലാം തുടങ്ങി എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ സ്ഥലം കയ്യേറിയാണ് ഈ കോളേജ് സ്ഥാപിച്ചത് എന്നതിന് വ്യക്തമായ തെളിവാണ് ഇപ്പോൾ താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ ഉത്തരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഗൗരവമേറിയ വിഷയമാണെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം C. രഘുനാഥ് കണ്ണൂർ വിഷനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമ്മുടെ ഈ രാജ്യത്തെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരു തോട്ടം അത് തരം മാറ്റുകയാണെങ്കിൽ ആ തോട്ടം സർക്കാരിലേക്ക് ലയിക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ഭൂപരിഷ്കരണ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് 216 ഏക്കർ സ്ഥലം ഒരു സ്വകാര്യ മുതലാളി
ലോകത്ത് തന്നെ അപൂർവ സസ്യങ്ങളെന്ന് പ്രതിപാദിക്കുന്ന കറുപ്പത്തോട്ടം നശിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് തൊഴിലാളികളെ വഴിയാധാരമാക്കി ഒരു സ്വകാര്യ കുത്തക മുതലാളി ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ട് ഏകദേശം 20 വർഷമാകുകയാണ്. ഒരു മാസക്കാലം മുന്നേ ഒരു കോടതി വിധി പ്രകാരം, ലാൻഡ് ട്രിബ്യൂണലിൻ്റെ വിധി പ്രകാരം ഈ ഭൂമി തിരിച്ചെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം 2005-06 കാലഘട്ടത്തിൽ പ്രത്യേക തഹസിൽദാരെയും പ്രത്യേകമായി വില്ലേജ് ഓഫീസറെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ നിയമിക്കപ്പെടുകയും അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടത്തിനകത്തുള്ള നിരവധിയായ കണക്കിൽപ്പെടാത്ത അല്ലെങ്കിൽ രേഖകളില്ലാത്ത കെട്ടിടങ്ങൾക്ക് നമ്പർ കൊടുക്കുകയും ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആരംഭിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വളരെ ദുരൂഹമാണ്. നമുക്കറിയാം, ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് മാതൃകയിൽ പണിത ഒരു കൊട്ടാരം അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കറുപ്പത്തോട്ടത്ത് സഞ്ചരിക്കുമ്പോൾ തേംസ് നദീതര തീരത്ത് ബക്കിംഗ്ഹാം പാലസിനെ സമാനമായ രീതിയിൽ ഉണ്ടാക്കിയ ഒരു കൊട്ടാരം അത് ഒരു രാത്രി കൊണ്ട് പൊളിച്ചു നീക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു നീക്കിയത് ആരും തന്നെ അറിയിച്ചില്ല. ഇന്ന് ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു നീക്കിയ സ്ഥലത്ത് ഒരു മുസ്ലിം പള്ളി അവിടെ പണി കഴിച്ചിട്ടുണ്ട്. ഇതിൽ വർഗീയത പറയുന്നതല്ലെങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ പള്ളി പൊളിച്ചു നീക്കുകയും പൗരാണികമായി നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ട പുരാവസ്തുവായി സംരക്ഷിക്കപ്പെടേണ്ട 2 കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ആരുടെ ഒത്താശയാണ് കൂടിയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ സമീപകാലത്ത് അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥയായി നമുക്ക് കാണാം. വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള മുതലാളി റിമോട്ട് കൺട്രോളിലാണ് അവിടെ ഭരണം നടത്തുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ, നിതിൻ രാജിൻ്റെ വിഷയത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, സംഘർഷമുണ്ടായിട്ടും മുതലാളി ബിനാമികളെ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശിങ്കിടികളെ അയച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്, മെഡിക്കൽ കൗൺസിലിനോട് ആവശ്യപ്പെടാനുള്ളത്, ഈ സർവകലാശാല അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത്, ഈ സ്ഥാപനത്തിൻ്റെ അംഗീകാരം റദ്ദാക്കി അത് സർക്കാരിലേക്ക് ആ ഭൂമി ലയിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കണം. പ്രതിഭ, എന്തായാലും വളരെ ഗുരുതര സ്വഭാവമുള്ള ഒരു വിഷയമായി ഇത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അഞ്ചരക്കണ്ടിൽ ഇനി ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ വരെ വലിയ ആശങ്ക, സംശയങ്ങളൊക്കെ ഉയരുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി എന്താകും എന്ന കാര്യത്തിൽ പോലും സംശയങ്ങൾ ഉയരുകയാണ്. പണമൊഴുക്കി നമ്മുടെ സംവിധാനങ്ങളെ എല്ലാം തന്നെ ഇത്തരം ആളുകൾ വരുതിയിൽ നിർത്തുന്നു എന്നുള്ളതാണ് വലിയ ആക്ഷേപമായി ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും 15 വർഷത്തോളമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കോഴ ആരോപണത്തെ തുടർന്ന് നേരത്തെ MBBSന്റെ പ്രവേശനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ MBBSന്റെ പ്രവേശനം ഇവിടെ നടക്കുന്നില്ല. ഈ സ്വാധീനത്തിൻ്റെ ബലത്തിൽ വലിയ രീതിയിലുള്ള ഇടപാടുകൾ ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ നേരത്തെ ഈ ഭൂമിയൊക്കെ ഇംഗ്ലീഷുകാരുടെ പേരിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ കറുപ്പത്തോട്ടം എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അത് പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിലെ ആളുകളിലേക്ക് എത്തി എന്നതിന് പോലും ഒരു വ്യക്തതയില്ല എന്നതുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു പൂർണ്ണമായും ഒരു സർക്കാരിൻ്റെ അധീനതയിൽ വരേണ്ട ഒരു ഭൂമിയാണിത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് ഇപ്പോൾ താലൂക്ക് ലാൻഡ് ബോർഡ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിൽ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ രേഖകളിൽ നിന്നൊക്കെ, ആ രേഖകൾ പരിശോധിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. വലിയ രീതിയിലുള്ള ഒരു തരികിട അവിടെ നടന്നിട്ടുണ്ട്. പണത്തിൻ്റെ സ്വാധീനം അവിടെ നടന്നിട്ടുണ്ട്. ഇതിന് പിന്നിൽ ആരൊക്കെ എന്ന് കണ്ടെത്തേണ്ട രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ടതുണ്ട്. എന്തായാലും ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ നാളെ ഈ കോളേജ് സന്ദർശിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്കും ഇത്തരം രേഖകളൊക്കെ എത്തിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും അതീവ ദുരൂഹമായ ഒരു ഇടപാട് ഇവിടെ നടന്നിട്ടുണ്ട്. അടിമുടി ദുരൂഹമാണ് ഈ കോളേജിൻ്റെ നടത്തിപ്പ്. എന്തായാലും നിതിൻ രാജിൻ്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. ഇത്തരത്തിലുള്ളൊരു അനധികൃതമായ ഇടപാടുകൾ, ദുരൂഹമായ ഇടപാടുകളൊക്കെ തന്നെ പുറത്ത് വരാൻ വേണ്ടി എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. എന്തായാലും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ മാസം വരെ ഈ ഭൂമി അനധികൃതമാണ് എന്ന് താലൂക്ക് റവന്യൂ ബോർഡ് കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ലാൻഡ് ബോർഡ് കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്തായാലും ഈ 1 വർഷത്തിനകം ഈ സ്ഥാപനം
സ്ഥാപനങ്ങളൊക്കെ തന്നെ ഒഴിപ്പിക്കണം എന്നുള്ള ശക്തമായ നിലപാട് തന്നെ താലൂക്ക് ലാൻഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന ലാൻഡ് ബോർഡ് ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ സ്ഥാപനത്തിന് ഇനി ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അത്രയും രൂക്ഷമായ നിയമലംഘനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രതിഭ.